5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ലെറ്റർ ടു ഗോഡ് എന്ന യൂണിറ്റിലെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആയ ബർത്ത്ഡേ ലെറ്റർ നമുക്കിന്ന് പഠിക്കാം. അതിലെ ആക്ടിവിറ്റികളായ വേർഡ് പിരമിഡും ഡിക്ഷണറിയും കൂടെ നമുക്കിന്ന് പഠിക്കാം. 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലുള്ള വീഡിയോകളും ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനിക്ക് അയച്ച ഒരു ബർത്ത്ഡേ ലെറ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സെൻട്രൽ പ്രിസൺ, നൈനി, ഒക്ടോബർ 26, 1930. മൈ ഡിയർ ഇന്ദിര, എൻ്റെ പ്രിയപ്പെട്ട ഇന്ദിരയ്ക്ക്, ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിംഗ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. നിന്റെ എല്ലാ പിറന്നാളിനും നിനക്ക് സമ്മാനങ്ങളും ആശംസകളും ലഭിക്കാറുണ്ട്. Good wishes you will still have in full measure. But what present can I send you from Naini prison? നിനക്ക് എപ്പോഴും ആശംസകളുണ്ട്. എന്നാൽ നൈനിയിലെ ഈ ജയിലിൽ നിന്നും ഞാൻ എന്താണ് നിനക്ക് അയച്ചു തരിക? My presents cannot be very material or solid. എൻ്റെ സമ്മാനങ്ങൾ ഒരിക്കലും ഭൗതികമായതായിരിക്കില്ല, അതായത് തൊട്ടറിയാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. They can be of the mind and spirit. അവ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളായിരിക്കും. അവയെ തടയാൻ ഈ ജയിലിൻ്റെ ഉയരമുള്ള മതിലുകൾക്ക് പോലും ആകില്ല. You know, sweetheart, how I dislike sermonizing and doling out good advice. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, ഉപദേശിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് നിനക്കറിയാമല്ലോ. ഐ ഹാവ് ഓൾവേസ് തോട്ട് ദാറ്റ് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ഈസ് നോട്ട് ബൈ ഗിവിങ് എ സെർമൺ. എന്താണ് ശരിയെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും കണ്ടെത്താനുള്ള ഒരു മാർഗം ഒരിക്കലും ഉപദേശമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വേണം അത് സാധിക്കാൻ. ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. പലപ്പോഴും ചർച്ചകളിലൂടെ സത്യത്തിൻ്റെ ഒരംശം പുറത്തു വരാറുണ്ട്. ഐ ഹാവ് ലൈക്ക്ഡ് മൈ ടോക്സ് വിത്ത് യു ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്. നീയുമായിട്ടുള്ള സംസാരം എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ബട്ട് the world is wide and beyond our world lie other wonderful and mysterious world. ഈ ലോകം വളരെ വിശാലമാണ്. നമ്മുടെ ഈ ലോകത്തിനു പുറമെ അതിശയിപ്പിക്കുന്നതും നിഗൂഢവുമായ മറ്റു പല ലോകങ്ങളുമുണ്ട്. None of us need ever be bored or imagine that we have learned everything worth learning and become very wise. എന്നുവെച്ച് നമുക്കൊരിക്കലും മടുപ്പ് തോന്നേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരാണ് നമ്മൾ എന്ന് സ്വയം കരുതേണ്ട ആവശ്യവുമില്ല. ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ? പിന്നെ ഞാൻ എന്താണിപ്പോൾ ചെയ്യേണ്ടത്? എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. ഒരു കത്തിന് ഒരിക്കലും ഒരു സംഭാഷണത്തിന് പകരമാകാൻ കഴിയില്ല. അത് ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഒരു വശത്ത് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വെർ ഹാവിങ് എ ടോക്ക്. നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണെന്നും നിനക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഞാൻ നൽകുന്നു എന്ന് നീ കരുതിയാൽ മതി. In history, we read of great periods in the life of nations, of great men and women. പല രാജ്യങ്ങളുടെയും ചരിത്രത്തിലെ മഹത്തായ കാലഘട്ടങ്ങളെക്കുറിച്ചും മഹാന്മാരായ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. Do you remember how fascinated you were when you first read the story of Joan of Arc? ജോൺ ഓഫ് ആർക്കിൻ്റെ കഥ ആദ്യം വായിച്ചപ്പോൾ നീ എത്രമാത്രം അതിൽ ആകൃഷ്ടയായി അല്ലെങ്കിൽ എത്രമാത്രം അത്ഭുതപ്പെട്ടു എന്ന് നിനക്ക് ഓർമ്മയില്ലേ?
യുവർ അംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. അവരെ പോലെയൊക്കെ ആയിത്തീരണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം. ഓർഡിനറി മെൻ ആൻഡ് വിമൺ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണ സ്ത്രീ പുരുഷന്മാർ ഒരിക്കലും ഇതുപോലെ ഒരു വീര പരിവേഷമുള്ളവരല്ല, അല്ലെങ്കിൽ ഒരു വീരനായകരൊന്നും ആയിരിക്കില്ല. They think of their bread and butter, of their children, of their household worries and like. അവരെപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ആഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്നും അവരുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ വീട്ടിലെ കഷ്ടതകളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും. But a time comes when the whole people become interested in a great cause. പക്ഷേ ചില സമയങ്ങളിൽ ഒരു ജനത മുഴുവൻ ഒരു മഹത്തായ ഒരു കാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. Then history helps even simple ordinary men and women to become heroes. സാധാരണക്കാരായ മനുഷ്യരെ, സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരെ വീരന്മാരായി അല്ലെങ്കിൽ നായകന്മാരാക്കി മാറ്റാൻ ചരിത്രം സഹായിക്കും. Great leaders have something in them which inspires a whole people and makes them to do great deeds. മഹാന്മാരായ നേതാക്കൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രചോദനമാകാനും അവരെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുമുള്ള കഴിവ് നേതാക്കൾക്കുണ്ട്. In India, a great leader full of love for all who suffer and eager to help them has inspired our people to great actions and noble sacrifice. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ മഹാനായ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെ വേദനിക്കുന്നവരുടെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരോടുള്ള സ്നേഹവും അവരെ സഹായിക്കാനുള്ള മനസ്സുമാണുള്ളത്. ത്യാഗം ചെയ്യാനും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹം പ്രചോദനമാകുന്നു. He has helped to make the starving, the poor and the oppressed free and happy. വിശക്കുന്നവനെയും ദരിദ്രരായ ആളുകളെയും അടിച്ചമർത്തപ്പെട്ടവരെയും സ്വതന്ത്രരാക്കാനും സന്തോഷവാന്മാരാക്കാനും അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ബാപ്പുജി ഈസ് ഇൻ prison, but the magic of his message has stolen the hearts of India's millions. ബാപ്പുജി ജയിലിലാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ മാന്ത്രിക ശക്തി ഇന്ത്യയിലെ ദശലക്ഷം ജനങ്ങളുടെ മനസ്സ് കവർന്നിരിക്കുന്നു. Men and women and even little children come out of their little shells and become India's soldiers of freedom. പുരുഷന്മാരും സ്ത്രീകളും മാത്രമല്ല, കൊച്ചു കുട്ടികൾ വരെ അവരുടെ കൊച്ചു പുറന്തോടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാളികളായി മാറിയിരിക്കുകയാണ്. In India, today we are making history and you and I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. നീയും ഞാനും അതിൻ്റെ ഭാഗമായി എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഈ വലിയ സംഭവങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. If we are to be India's soldiers, we have to respect India's honor and that honor is a sacred trust. നമ്മൾ ഇന്ത്യയുടെ പോരാളികളാകണമെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ അഭിമാനത്തെ ബഹുമാനിക്കണം. ആ പവിത്രമായ വിശ്വാസത്തെ നമ്മൾ ആദരിക്കണം. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കൽ അത്ര എളുപ്പമല്ല. വൺ ലിറ്റിൽ ടെസ്റ്റ് ഐ ഷാൾ ആസ്ക് യു ടു അപ്ലൈ വെനെവർ യു ആർ ഇൻ ഡൗട്ട്. നിനക്ക് സംശയമുള്ളപ്പോൾ പ്രയോഗിക്കാനായി ഒരു പരീക്ഷണം നടത്താൻ ഞാൻ പറയുകയാണ്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. ഒരു കാര്യവും രഹസ്യമായി ചെയ്യരുത്, അല്ലെങ്കിൽ നീ ഒളിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ ഒരിക്കലും ചെയ്യരുത്. ഫോർ ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ് മീൻസ് ദാറ്റ് യു ആർ എഫ്രൈഡ് ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ്
ആൻഡ് അൺവർത്തി ഓഫ് യു. ഒരു കാര്യം ഒളിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്നതിനർത്ഥം നിനക്ക് പേടിയുണ്ട് എന്നതാണ്. പേടി ഒട്ടും നല്ലതല്ല. ബി ബ്രേവ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്. നീ ധൈര്യമായിരിക്കുക, ബാക്കിയെല്ലാം പുറകെ വന്നോളും. യു നോ ദാറ്റ് ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. നിനക്കറിയാമല്ലോ, ബാപ്പുജിയുടെ നേതൃത്വത്തിലുള്ള മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൽ രഹസ്യത്തിനോ മറച്ചുവെക്കലിനോ ഒരു സ്ഥാനവുമില്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്. നമുക്ക് ഒന്നും മറച്ചുവെക്കാനില്ല. വി ആർ നോട്ട് എഫ്രെയ്ഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. നമ്മൾ പറയുന്നതിലും ചെയ്യുന്നതിലും ഭയപ്പെടാൻ ഒന്നും തന്നെയില്ല. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്. നമ്മൾ പകൽ വെളിച്ചത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈവ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രറ്റ്ലി. ആൻഡ് ഇഫ് യു ഡു സോ, മൈ ഡിയർ, യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ്, അൺഎഫ്രെയ്ഡ് ആൻഡ് സെറീൻ ആൻഡ് അൺറഫിൾഡ് വാട്ട് എവർ മേ ഹാപ്പൻ. അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലും നമുക്ക് പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കാം, രഹസ്യമായി ഒന്നും ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, നീ പ്രകാശത്തിൻ്റെ മകളായി മാറും. ശാന്തയായി നിർഭയയായി നിനക്ക് തുടരാൻ സാധിക്കും. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. വളരെ നീണ്ട ഒരു കത്താണ് ഞാൻ നിനക്ക് എഴുതിയത്. ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. എങ്കിലും ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട്. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ്? ആ പറയാനുള്ള കാര്യങ്ങളെയെല്ലാം ഒരു കത്തിനുള്ളിൽ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളിക്കും? ഗുഡ് ബൈ ലിറ്റിൽ വൺ ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജിയർ ഇൻ ഇന്ത്യാസ് സർവീസ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, ഞാൻ വിട പറയുന്നു. നീ ഇന്ത്യയുടെ ഒരു ധീരയായ പോരാളിയായി വളരുക. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്. എൻ്റെ സ്നേഹവും എല്ലാ ആശംസകളും. യുവർ ലവിങ് ഫാദർ, ജവഹർലാൽ നെഹ്റു. നിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ജവഹർലാൽ നെഹ്റു. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ കത്തിൽ കുറേ പുതിയ പദങ്ങൾ കൂട്ടുകാർ കണ്ടില്ലേ? ഏതൊക്കെയാണവ? സെർമോണൈസ്, ഡോളിങ്, മിസ്റ്റീരിയസ്, ഇൻസ്പയർ, സ്റ്റാർവിങ്, ഒപ്രസ്ഡ്. ഇതുപോലെ മനസ്സിലാവാത്ത മറ്റു പദങ്ങളുമുണ്ട് അല്ലേ? അവയെല്ലാം ചേർത്ത് നമുക്കൊരു ഡിക്ഷണറി തയ്യാറാക്കി നോക്കാം. അഫെയർ, കാര്യം, സംഗതി. അഫ്രെയ്ഡ്, ഭയപ്പെട്ടു. അംബീഷൻ, ആഗ്രഹം. ബെസ്റ്റ്, ഏറ്റവും നല്ല. ബിയോണ്ട്, പുറമേ. ബ്രേവ്, ധൈര്യമുള്ള. കോസ്, കാരണം. കണ്ടെയ്ൻ, ഉൾക്കൊള്ളുക. ഡിസൈഡ്, തീരുമാനിക്കുക. ഡിസയർ, ആഗ്രഹം. ഡീഡ്, പ്രവൃത്തി. ഡിസ്കസ്, ചർച്ച ചെയ്യുക. ഡ്രാമ, നാടകം. ഡോൾ, പകർന്നു നൽകുക. ഡൗട്ട്, സംശയം. ഈഗർ, ആകാംക്ഷയോടെ. ഈസി, എളുപ്പം. ഫാസിനേറ്റ്, മോഹിപ്പിക്കുക. ഫിയർ, പേടി. ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇതുപോലെ ഈ കത്തിൽ നിന്നുള്ള ഒരുപാട് പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അത് നോക്കി മനസ്സിലാക്കുമല്ലോ. ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഡിക്ഷണറി തയ്യാറാക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ്. cats, 2 cats, 2 black cats, 2 small black cats. ഇത് ഒരു പിരമിഡ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഓരോ വരിയിലും ഓരോ പുതിയ പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂട്ടിച്ചേർത്ത ഓരോ പദങ്ങളും ഈ പദത്തിൻ്റെ നമ്പർ, കളർ, സൈസ് എന്നിവ സൂചിപ്പിക്കുന്നതാണ്. Certain words are added to the word cats. These words tell us more about the cats, like their number, size and color. ഇനി നമുക്ക് ബാഗ് എന്ന പദത്തിൽ പുതിയ പദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതി നോക്കിയാലോ. ബാഗ്,
എ ബാഗ്, എ ലെതർ ബാഗ്, എ വൈറ്റ് ലെതർ ബാഗ്, എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്. ഇവിടെ കൂട്ടിച്ചേർത്ത ഓരോ പദങ്ങളും ബാഗിൻ്റെ എണ്ണം, സ്വഭാവം, നിറം, വലിപ്പം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ബാഗ്, എത്ര ബാഗുണ്ട്? എ ബാഗ്, അത് എങ്ങനെയുള്ള ബാഗാണ്? എ ലെതർ ബാഗ്, ആ ലെതർ ബാഗിൻ്റെ നിറം എന്താണ്? എ വൈറ്റ് ലെതർ ബാഗ്, അത് എത്ര വലിപ്പമുള്ള വൈറ്റ് ലെതർ ബാഗാണ്? എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഫ്ലവേഴ്സ്, 3 flowers, 3 yellow flowers, 3 tiny yellow flowers, 3 beautiful tiny yellow flowers. മറ്റൊരു ഉദാഹരണം. ബോയ്, എ ബോയ്, എ ലിറ്റിൽ ബോയ്, എ സ്മാർട്ട് ലിറ്റിൽ ബോയ്. ഇങ്ങനെ കൂട്ടുകാർക്കൊത്ത് വേർഡ് പിരമിഡ് ഉണ്ടാക്കുന്നത് ഒരു രസകരമായ കളിയാണ്. കൂട്ടുകാർ അത് ചെയ്തു നോക്കുമല്ലോ. എക്സ്റ്റെൻഡഡ് റീഡിങ്ങും വേർഡ് പിരമിഡും ഡിക്ഷണറിയുമെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.